ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് തേങ്ങയോ അല്ലെങ്കിൽ ഉള്ളിയോ തക്കാളി ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോരുത്, ഇതൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇതിലേക്കിനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് അരപ്പൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ തൈര് നന്നായിട്ട് കട്ടകളില്ലാതെ ഉടച്ചെടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടകളൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 കപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എരിവും കുറവായിരിക്കും, നല്ലൊരു കളറും കിട്ടും. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ തൈരിൽ ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. മിക്സിയുടെ ഇതുപോലുള്ള ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. ഒരു 10-15 കാഷ്യൂനട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുതിർത്തൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കിനി കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് മൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഗ്രേവിയിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ടത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അങ്ങനെയാകുമ്പോൾ കരിഞ്ഞു പോകും.
അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാലും മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തൈര് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയൊക്കെ അരച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ട് അതും കൂടിയും ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കനിലേക്കൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെ നല്ല കളർ കിട്ടും. ഇതിപ്പോൾ എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടില്ല. നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ചിക്കനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. സവാളയോ തക്കാളിയോ അങ്ങനെയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്